വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിസിനസ് ഇൻ്റർവ്യൂ സെക്കൻഡ് പാർട്ട്. എല്ലാവരും വീഡിയോ കാണണം. അപ്പോൾ നേരെ വീഡിയോയിൽ പോകാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇൻ്റർവ്യൂ ലാസ്റ്റ് പറഞ്ഞത് എവിടെയാണ് MRP റേറ്റ് ബിസിനസ്സിനെ പറ്റി. നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. നമ്മൾ സ്വന്തമായിട്ട് കമ്പനി തുടങ്ങുകയാണെങ്കിൽ ആദ്യം എങ്ങനെ MRP റേറ്റ് ഇടുകയാണ്. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ഉദാഹരണത്തിന് ഒരു ബിസ്ക്കറ്റ് പ്രൊഡക്റ്റ് ഉണ്ടാക്കി. ആ ബിസ്ക്കറ്റിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സിസ്റ്റം അതിലെന്തൊക്കെ ഇടുന്നുണ്ട് എന്നുള്ള അതിലെന്ത് ഇൻഗ്രീഡിയൻസ് ചേർത്തിക്കണമെന്നുള്ള അതിൻ്റെ എല്ലാ നമ്മൾ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിന് സാധനത്തിൻ്റെയും വിലയും അതിൻ്റെ ക്വാളിറ്റിയും വിലപ്പെടുത്തിയാണ് MRP റേറ്റ് ഇടരുത്. അതാണ് ഈ കമ്പനി തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാകുന്ന സംശയം. നമ്മളിപ്പോൾ ഒരു ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങി, അതിന് ആദ്യം ബിസ്ക്കറ്റ് ആ പാക്കറ്റിൽ തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി കൂട്ടിയിട്ട് നമുക്ക് കിട്ടണ ലാഭം എങ്ങനെ കിട്ടാന്നുണ്ടാവും. നമ്മൾ അതിനേക്കാളും കുറേ സാധനങ്ങൾ, അത് ചെറിയ പാക്കാണ്. അതിൻ്റെ ചെറിയ പാക്ക് ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മിൽക്ക് ബിസ്ക്കീസ് ബിസ്ക്കറ്റ്, അതിൽ കുറേ ഇൻഗ്രീഡിയൻസ് പല വില കൂടി പഞ്ചാര ഷുഗർ പല സാധനങ്ങളും നമ്മൾ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ എല്ലാ വിലയും കൂടി കൂട്ടിയിട്ട് ഈ 30 ഉറുപ്പ്യക്ക് 35-30 റുപ്പീസിന് അവർക്കത് നഷ്ടമല്ലേ, കമ്പനിക്ക് അത് നഷ്ടമല്ലേ എന്ന് തോന്നും. പക്ഷെ അതൊരിക്കലും വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അവർ ഫുള്ള് ചേർക്കണില്ല. ആ ഫുള്ള് ചേർത്തിട്ട് അത് പല പല പാക്കറ്റുകളാക്കി ഒരു kg ഷുഗർ വെച്ചാണ് അവർ 1 kg ഷുഗർ വെച്ച് 35 രൂപൻ്റെ 10ഓളം പാക്കറ്റ് അവർ ഇറക്കും. അതുകൊണ്ട് അവർക്ക് അതിൽ ഒരു ലാഭം ഒരു നഷ്ടം വരില്ല. കാരണം അവർ അതിനനുസരിച്ചുള്ള സാധനങ്ങളെ ഉപയോഗിക്കുള്ളൂ. അതാണ് MRP റേറ്റ് വരുന്നത്. MRP റേറ്റിനാ വിൽക്കല്. അപ്പോൾ സെക്കൻഡ് പാർട്ട് വീഡിയോ ഇത്രേ ഉള്ളൂ. തേർഡ് പാർട്ട് വരുന്നവരെ എല്ലാവരും കാത്തിരിക്കുക.